പിന്നെ നമ്മളെ സീക്രട്ട് ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ കഴിച്ചവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മളത് എന്താ നിങ്ങളിൽ മാറ്റം പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിഭവമാണ്. ഇത് എന്താ ഇത് പുറമേ കാണാൻ ചക്ക പോലെ തന്നെയാണ് ഉള്ളത്. കളർ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്കൊന്നും അങ്ങനെ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് കളർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. സാധാരണ ഒരു ഫ്രീഡത്തിന് വേണ്ടി പോയ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒറിജിനൽ ഒരു സംരംഭകയായിട്ടാണ് ഇറങ്ങി വന്നത്. F0 വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിന് അടുത്തായിട്ട് അള്ളാംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സംരംഭകയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഷഫീസ് ഫുഡ്സ് എന്ന് പറയുന്ന സംരംഭക. ഇവിടെ ഞാൻ വരാൻ കാരണം ഒരു BOCയുടെ ഒരു പ്രോഗ്രാമിൽ കണ്ണൂർ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു ഷെഫീനെ. അവിടെ നിന്ന് ഞാനൊരു ഗുലാബ് ജാമുൻ കഴിച്ചു, ഷഫീസ് ഫുഡിന്റെ ഗുലാബ് ജാമുന്. അത് കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം, എൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഷഫീസ് ഫുഡ്സിനെ കുറിച്ചിട്ടും ഷെഫീനെ കുറിച്ചിട്ടും. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷം നമുക്ക് കാണാം. നേരെ ഷഫീസ് ഫുഡിലേക്ക്. ഈ ഒരു സംരംഭം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായിട്ടുണ്ട്? നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 year ആവാൻ പോകുന്നു. ഒരു വർഷം ആവാൻ പോകുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മൾ സ്വീറ്റ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട് പോകുന്നത്. ഗുലാബ് ജാമുൻ നമ്മുടെ ഫേവറേറ്റ് ആണ്. ഗുലാബ് ജാമുൻ ഉണ്ട്, പുഡിങ്സ് ഉണ്ട്, സ്നാക്ക് ഐറ്റംസ് ഉണ്ട്, ഡിന്നർ ഐറ്റംസ് ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാം ഇങ്ങനെ ചെയ്ത് പോകുന്നു. പക്ഷെ നമുക്ക് കൂടുതൽ പ്രീമിയം ഐറ്റംസ് ആയിട്ട് പോകുന്നതാണ് നമ്മുടെ ഗുലാബ് ജാമുൻ. ഈ ഗുലാബ് ജാമുൻ ചെയ്യുന്നതിന്റെ സിസ്റ്റം അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നത്? നമ്മൾ പാൽപ്പൊടിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. മൈദ, പിന്നെ ബേക്കിംഗ് പൗഡർ, ഷുഗർ, വെള്ളം. അതിൽ മൈദയും കൂടി നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. മൈദ കുറച്ച് മാത്രം, അതിന്റെ സ്ട്രക്ചർ കിട്ടാൻ മാത്രമാണ് മൈദ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു പാർട്ട് മാത്രം. കൂടുതലും വരുന്നത് പാൽപ്പൊടിയാണ്. ഇത് എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? പാൽപ്പൊടി പാലിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ നെയ്യ്, ഒറിജിനൽ നെയ്യാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ സീക്രട്ട് ഐറ്റംസ് ഉണ്ട്. അതെ, നമ്മൾ കഴിച്ചവർ ചോദിക്കുന്നുണ്ട്. അത് നമ്മളത് എന്താ നിങ്ങളിൽ മാറ്റം എന്ന് പറയുന്നുണ്ട്. കമ്പനിക്കാരൻ നമ്മളോട് വന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, സാധാരണ ഞാൻ ഒത്തിരി സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വാങ്ങിച്ച് കഴിച്ചപ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ്. അപ്പൊ അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് നല്ലൊരു സാധനമാണ്. ഒരു പിന്നെ മായമോ പ്രിസർവേറ്റീവോ ഒന്നും അല്ല. ശരീരത്തിന് നല്ലത് തന്നെയാണ്. പക്ഷെ അതെന്താന്നുള്ളത് പുറത്ത് പറയുന്നില്ല. ഇതൊക്കെ എടുത്തിട്ട് പിന്നെന്താ ചെയ്യുന്നത്? നമ്മൾ പാലിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം അതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഇതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റിയാണ് ചെയ്യുന്നത്. ഇത് വലിയ നമ്മൾ സാധാരണ കാണുന്ന ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സൈസ് ഉണ്ടാവുക. നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ വളരെ ചെറിയ ബോൾസ് ആണ്. ചെറിയ ബോൾസിലാണ് നമ്മൾ തുടങ്ങുന്നത്. അതിപ്പോ നമ്മള് പിന്നെ എണ്ണയിലിട്ട് ഫ്രൈ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു വലുപ്പം വെക്കും. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് ഡബിൾ സൈസ് ആയിട്ട് വരും. പിന്നെയും സൈസ് ഡബിൾ സൈസ് ആയിട്ട് വരും. ഓക്കേ, ഇങ്ങനെ ബോൾസ് ആക്കിയതിനു ശേഷം ഇതിനെ എണ്ണയിലേക്ക് ഇടണം. റൗണ്ട് സിസ്റ്റത്തിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നുവെച്ചാൽ 4 വശം മൊത്തത്തിൽ ഫ്രൈ ആവേണ്ടതുകൊണ്ട് ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കേണ്ട സാധനം. കുറച്ചൊരു ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ഇത് കളർ മൊത്തം മാറിപ്പോകും. ഒരു ഭാഗം ബ്രൗൺ അധികമായി കഴിഞ്ഞാലും അതൊരു നമുക്ക് കാണാൻ ഒരു ലുക്ക് ഉണ്ടാവില്ല. കഴിക്കാനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് വരും. ഇത് എങ്ങനെയെങ്കിലും എണ്ണയിലിട്ടിട്ട് വറുത്തെടുത്താൽ പോരാ. ഇല്ല, ഒരിക്കലും ഇല്ല. അത് അതിൻ്റെതായിട്ടുള്ള ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം. അത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്യണം. അത് നിർത്താതെ ഇതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പിലോട്ട് അതിലോട്ട് നമ്മൾ പിന്നെ പഞ്ചസാര, വെള്ളം ഈക്വൽ ആയിട്ട് എടുക്കും. എന്നിട്ട് അത് നല്ലോണം തിളവന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് അല്പം റോസ് വാട്ടർ, ഏലക്ക പൊടിച്ചത് മിക്സ് ആക്കിയിട്ട് കുറച്ചൊരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കണം. അത് നമ്മൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സിറപ്പ് ഉണ്ടാക്കി വെക്കണം. അപ്പോഴതിൻ്റെ ചൂട് ഏകദേശം നമുക്ക് ബാലൻസ് ആയി വരും. ഇതിന് ശേഷം നമ്മൾ സിറപ്പിലോട്ട് ആഡ് ചെയ്യും. പിന്നെ അതൊരു 2 മണിക്കൂറെങ്കിലും സിറപ്പിൽ അവിടെ മുങ്ങിക്കിടക്കണം. ദിവസം കഴിയുന്നോറാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത്. എന്താ വെച്ചാൽ ഷുഗർ സിറപ്പ് ഇത് നല്ലോണം വലിച്ചെടുക്കുമല്ലോ. അപ്പൊ നല്ലൊരു സ്പോഞ്ചി ജ്യൂസി ആയിട്ടുള്ള മാറ്റം വരുന്നത്. അപ്പൊ ഇതിന് കളറും മാറുന്നുണ്ടല്ലേ? നമ്മളിപ്പോ എണ്ണയിൽ ഇട്ടെടുത്ത സമയത്ത് കുറച്ച് നല്ല ബ്രൗൺ ആയിരുന്നു. പക്ഷെ ഇത് പുറത്തേക്ക് എടുത്തപ്പോ പിന്നെ പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ലൈറ്റ് കളറായിട്ട് വരും. പിന്നെ നമ്മളത് ഷുഗർ സിറപ്പിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ചും കൂടി ലൈറ്റ് ആവും. പിന്നെ നല്ലോണം വെള്ളം കുടിച്ചതിന് ശേഷം ഡിപ്പ് ചെയ്ത് വെച്ചല്ലോ അമ്മ, ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി ലൈറ്റ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി മാറി. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറിൽ കാണുന്ന സമയത്ത്. ഇത് നമ്മള് പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വിഭവമാണ്. ഇത് എന്താ ഇത് പുറമേ കാണാൻ ചക്ക പോലെ തന്നെയാണ് ഉള്ളത്. അതെ, ചക്ക, ഒറിജിനൽ ചക്ക. ഇതിന്റെ ഉള്ളിൽ എന്താ കാണുന്നത്? അതെ, ഉള്ളില് നമ്മള് കുരു റിമൂവ് ചെയ്ത ശേഷം അതിൽ നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത
വാനില ഐസ്ക്രീം ഫില്ല് ചെയ്തു. ഐസ്ക്രീം അതിനുള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചു. ഇതിപ്പോ നമുക്ക് മുഴുവനായിട്ട് കഴിക്കുമ്പോ നല്ലൊരു രസമാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് നമ്മള് അക്വേറിയം മോഡല് ഒരു പുഡിങ് ചെയ്തെടുത്തതാണ്. അക്വേറിയം മോഡൽ ഉദ്ദേശിക്കുന്നത് അത് ഇളനീരിന്റെ അക്വേറിയത്തിന്റെ ഒരു ഇത് വേണമെന്നോ തീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തെടുത്തത്. അപ്പൊ കുട്ടികളതായതുകൊണ്ട് നമ്മൾ കളേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ കളർ യൂസ് ചെയ്യുമ്പോ കുട്ടികൾക്കൊന്നും അങ്ങനെ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് കളർ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ വൈറ്റ് കളറിൽ വരുന്നത്. അല്ലെങ്കിൽ ഇതിപ്പോ ബ്ലൂ കളർ ആഡ് ചെയ്യുമ്പോൾ ഓഷ്യന്റെ ഒരു ഇത് ഇളനീരിന്റെ വെള്ളം മാത്രമാണ്. ഇളനീരിന്റെ വെള്ളം പിന്നെ കുറച്ച് ചൈന ഗ്രാസ് പിന്നെ നമ്മളിത് പിസ്റ്റാച്ചിയോ ബദാം ചോക്ലേറ്റ്സ് നട്ട്സ് അത് മാത്രം ഇതൊക്കെ വെച്ചിട്ട് ഒരു കളർഫുൾ ആക്കിയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് സപ്പോർട്ട് എവിടുന്നാണ് ഉണ്ടായിരുന്നത്? സപ്പോർട്ട് ആദ്യത്തെ സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എൻ്റെ ഹസ്ബൻഡ്, മക്കള്, ഉമ്മ, എൻ്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡാണ് എന്നെ എല്ലാ മേഖലകളിലേക്കും എന്നെ എന്താ പറയുക ഒരു ഫ്രീഡത്തോടെ ഒരു പറക്കാനുള്ള ചിറകെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെ. അല്ലാതെ ഞാൻ റൂട്ട് സെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു ട്രെയിനിങ്ങിന്. അവിടെ നമ്മൾ പഠിക്കാൻ പോയതെന്ന് വെച്ചാൽ മസാലപ്പൊടികൾ, അച്ചാറ്, പപ്പടം. പക്ഷെ അതൊന്നും പിന്നെ ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ച് പോയതല്ല, ജസ്റ്റ് ഒരു ടൈം പാസ് വിചാരിച്ചിട്ട് പോയത്. പക്ഷെ അവിടുത്തെ ക്ലാസ്സുകൾ എന്നെ മൊത്തത്തിൽ മാറ്റി മറിച്ചു. സാധാരണ ഒരു ഫ്രീഡത്തിന് വേണ്ടി പോയ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒറിജിനൽ ഒരു സംരംഭകയായിട്ടാണ് ഇറങ്ങി വന്നത്. എൻ്റെ മനസ്സെന്നെ മൊത്തത്തിൽ എന്നെ സംരംഭകയാക്കി മാറ്റി. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ് അഭിലാഷ് സാറ്, റോഷിനി മാം, നമ്മുടെ അച്ചാറിനെ പറ്റി പറയുന്ന കേരളം മൊത്തം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയവന സാറ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ അപ്പം നമുക്കത് ക്ലിയർ ചെയ്ത് തരും. ഏത് സമയത്തും മെസ്സേജ് അയച്ചാൽ സാറിന് സമയമുള്ളപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ച് അത് ക്ലിയർ ചെയ്ത് തരും. ഇതിന്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പലതരം സർവത്തുകൾ ഒരു വെറൈറ്റി ആയിട്ടല്ലേ? എത്ര എണ്ണ പറഞ്ഞത്? 21. ഞാൻ അത് ഹാപ്പിനെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ധർമ്മശാലക്ക് ഉണ്ടായ ഫെസ്റ്റില് ജസ്റ്റ് ഒന്ന് ജില്ലാ മിഷൻ എന്നെ വിളിച്ചപ്പോൾ അവരെന്നെ ജസ്റ്റ് ഒന്ന് വന്നൊന്ന് ഇന്റർവ്യൂവിന് അങ്ങനെ വിളിച്ചതാ. അപ്പോൾ അവർ ഈ സർബത്ത് ജ്യൂസ് ഐറ്റംസ് ആണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ജ്യൂസിൽ ഇഷ്ടംപോലെ പിന്നെ കുറേ കാലം ഫേമസ് ആയിട്ടുള്ള പരിചയ സമ്പന്നുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് എതിരായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും അത് വേണ്ട, വേറെ എന്തെങ്കിലും മാറ്റി പിടിക്കാൻ. അപ്പം ഞാൻ ജ്യൂസിൻ്റെ ഐറ്റംസ് ഒക്കെ ഇവിടെ വാങ്ങി വെച്ചതിന് ശേഷമാണ് ഞാൻ അവിടത്തേക്ക് പോകുന്നത്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ നാളെ വന്ന് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് പോയി. പിന്നെ രാത്രി കടന്നതിന് ശേഷം എനിക്ക് തോന്നി ജ്യൂസിൽ തന്നെ വേണ്ട, വേറൊരു ഇന്നോവേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സർബത്തിലോട്ട് എല്ലാ ഫ്രൂട്ട്സിനെയും സ്ക്വാഷ് ഐറ്റംസും മറ്റുമാക്കി മാറ്റി സർബത്തിലോട്ട് തരുന്നു, സോഡ സർബത്ത്. ഫസ്റ്റ് ഡേ തന്നെ ഒരു സന്ധ്യ ആകുമ്പോഴേക്ക് അവർക്കൊക്കെ നല്ലൊരു അഭിപ്രായമായി. അപ്പോൾ അവർ അപ്പുറത്തെ സ്റ്റാളിലൊക്കെ പോയിട്ട് പറഞ്ഞു അവർ നല്ലൊരു ഇന്നോവേഷൻസ് ആയതുകൊണ്ട് നമുക്ക് പുതുമ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വന്നത് മുതൽ നിങ്ങൾ തൊട്ടടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചൊരു കാര്യം കാണുന്നത്, അധ്വാനിക്കുന്നവരെ പടച്ചോര് പെരുത്തിഷ്ടമാണ് അല്ലേ? അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വാചകമാണത്, അത് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എന്താണ് സംഭവം? എന്താന്ന് വെച്ചാല് പഠിച്ചോന് നമ്മളെ ഇതുവരെ കൈവിട്ടിട്ടില്ല. നമ്മൾ അധ്വാനിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്താ വെച്ചാൽ നമ്മൾ ഏത് മേഖലയിലേക്ക് ഇറങ്ങിയാലും 100% പഠിച്ചോന്റെ സപ്പോർട്ടും കൂടി ഉണ്ട്. എന്ത് മടിയുണ്ടെങ്കിലും ഞാനിപ്പോൾ കിച്ചണിലാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലാണ് എൻ്റെ ഇപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കിച്ചണിലാണ് നമ്മൾ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചെറുങ്ങനെ ഒരു മടി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് അതിലോട്ട് നോക്കിയാൽ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, ഒരു എനർജി. തീർച്ചയായും ഭയങ്കര എനർജിയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് പോകുന്നത്. കസ്റ്റമർ ടു കസ്റ്റമർ ആയിട്ട്. പിന്നെ മൗത്ത് പബ്ലിസിറ്റി ആണ് ഏറ്റവും എനിക്കുള്ള പരസ്യം. അതെ അതെ. പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ 5 ദിവസം മാത്രമേ ഇതിന് ഡേറ്റ് കൊടുക്കുന്നുള്ളൂ. ഫ്രിഡ്ജിൽ ഓൾമോസ്റ്റ് നിൽക്കും, പക്ഷെ എന്നാലും പുറത്ത് വെക്കുന്നത് നമ്മൾ 5 ദിവസം മാത്രമേ കൊടുക്കുന്നുള്ളൂ. കണ്ണൂർ ടേസ്റ്റ് ഓഫ് കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് ഫുഡിന്റെ മാത്രം സംരംഭകരെ ഒന്നിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. DIC ഓഫീസർ ഷിറാസ് സാറിൻ്റെ നേതൃത്വത്തിൽ. അതിലെന്ന് വെച്ചാൽ നമ്മൾ കുറേ ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റി. ഫുഡിൻ്റെ മേഖലയിൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടുന്ന കുറേ സ്ത്രീകളെ നമുക്ക് മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു മോട്ടിവേഷൻ പോലെ നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നമുക്ക് അടുക്കളയിൽ നിന്ന് നമ്മളിങ്ങനെ സങ്കടങ്ങളൊക്കെ ഒതുക്കി തീർത്തത് ഇപ്പൊ നമുക്കിങ്ങനെ പുറത്തോട്ട് ഇതുപോലത്തെ ഒരു സംരംഭങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാന്ന് പറയുന്നത്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ വരുന്നത്? പ്രൈസ് ബോക്സ് പീസാണ് വരുന്നത്. ഇങ്ങനെ ഒരു ബോക്സിൽ 5 പീസ് ഉണ്ടാവും. ഇതിന് 70 രൂപയാണ് നമ്മൾ MRP ഇടുന്നത്. എനിക്ക് പുതുതായിട്ട് കടന്നു വരാൻ മടിക്കുന്ന സംരംഭകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങണമെന്ന് നമ്മൾ ആദ്യം വിചാരിക്കണം. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം മാറ്റിയെടുക്കേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്.
ഞാൻ സത്യം പറഞ്ഞാൽ ഫുഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ 15 വർഷമായിട്ട് ഫാഷൻ ഡിസൈനർ ആയിരുന്നു. അപ്പോൾ എന്നെ പഠിക്കാൻ എന്നെ കൊണ്ടുവിടുന്നതും പിന്നെ കൂട്ടാൻ വരുന്നതും ഒക്കെ എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ അവർ പലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തിനാണ് ഇനിയിപ്പോൾ ഒരു വീട്ടമ്മയായി ഇനി മക്കളെ കാര്യം നോക്കി നിന്നാൽ മതി എന്നുള്ള ഇതിൽ. അപ്പം ഞാൻ 14-ാം വയസ്സിലാണ് വീട്ടമ്മയിലേക്ക് കടക്കുന്നത്. അപ്പം എൻ്റെ എല്ലാ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെ വിദ്യാഭ്യാസം നേടാൻ പറ്റുമോ അതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടുകൂടി ഞാൻ നേടിയിട്ടുണ്ട്. എനിക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ ഡിപ്ലോമ അതൊക്കെ നേടി. പിന്നെ SSLC എൻ്റെ കല്യാണത്തിന് ശേഷമാണ് ഞാൻ എഴുതിയത്. എന്നെപ്പോലെ വീട്ടിനുള്ളിൽ ഒതുങ്ങിക്കിടക്കുന്ന സ്ത്രീകളോട് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റും DICയും എല്ലാം ഇപ്പം നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഫാമിലി സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമുക്ക് സക്സസ് ആണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരുപാട് അവാർഡ് കാര്യങ്ങളൊക്കെ ഞാനത് ഒന്ന് പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തത്. പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. പെട്ടെന്ന് നമ്മളെ ഒരു വേദിയിലൊക്കെ ഇങ്ങനെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്. സ്വന്തമായിട്ട് വളരുക എന്ന് മാത്രമല്ല, പുതിയ വരുന്ന സംരംഭകർക്ക് വലിയ രീതിയിലൊരു മോട്ടിവേഷൻ തന്നെയാണ് ഷെഫീന എന്ന് പറയുന്ന ഒരാള്. ഇവിടെ ഓരോ പ്രോഡക്റ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പുതിയ പ്രോഡക്റ്റ് ചക്കയിൽ ചെയ്തു വെച്ച് നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെയുള്ള ഓരോ പുതിയ പ്രോഡക്റ്റുകൾ കണ്ടെത്തുക, അതേപോലെ തന്നെ ഓരോ പ്രോഡക്റ്റും നമ്മളിലേക്ക് എത്തിക്കുന്ന സമയത്ത് വലിയ ലാഭം എടുക്കാതെ എന്നാൽ കുഞ്ഞു മക്കൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ പ്രോഡക്റ്റും പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നും ചേർക്കാതെ ചെയ്തിട്ട് നമ്മുടെ കൈകളിലേക്ക് ഷെഫീസ് ഫുഡ്സ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. നമ്പർ ഞാൻ എന്നും കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.